നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ചിലപ്പം ഞാനൊക്കെ 1-2 ദിവസത്തിനൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല എന്ന് ഒരു ഹോസ്പിറ്റൽ കേസുമായിട്ട് പോകുന്നതുകൊണ്ടാണ്. അപ്പം മെസ്സേജ് അയച്ച് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതെന്താ വീഡിയോസൊന്നും ഇടാത്തതെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ മണിശങ്കരൻ അനിലെ ഫോൺ വിളിച്ചിട്ട് അലീനയോട് ചോദിച്ചു, നിങ്ങളിത് എവിടെയാ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അലീന കാര്യങ്ങൾ പറയണേ. ഞങ്ങൾ എറണാകുളത്താണ്. എറണാകുളത്ത് എവിടെ? ഞങ്ങൾ രേവതിക്കുട്ടിയെ കാണാൻ പോന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്താ നീ ഒരു വാക്കുപോലും പറയാതിരുന്നേ? ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഭവിതേ, കൃഷ്ണൻ, രോഹിതും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. മനുവിന് ഭയങ്കര വിഷമമായിപ്പോയി. എല്ലാവരും കൂടെ എറണാകുളത്തിന് പോയിട്ട് തന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല എന്നായിരുന്നു മനുവിൻ്റെ മനസ്സിൽ. പെട്ടെന്ന് മനു പറഞ്ഞു, നല്ല ആളാ, പോയിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലോ, നീ എന്താ അലീന ഇങ്ങനെ ചെയ്തേ എന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ അതെങ്ങനെ മനുവേട്ടൻ അറിഞ്ഞു ഞങ്ങളാരും അവിടെ ഇല്ലെന്ന്? അച്ഛൻ അവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ബാലേന്ദ്രനങ്ങളിലെ. അപ്പോഴാണ് പറയുന്നത് അവിടെ ആരും ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ. അത് പിന്നെ ഞങ്ങൾ അച്ഛൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് പോകുന്നതാന്ന് പറഞ്ഞു. അല്ല എവിടെ പോയതായിരുന്നു ബാലേന്ദ്രനങ്ങൾ? അച്ഛൻ എവിടെയോ എന്തോ ഒരു ടൂർ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു, അതിനു വേണ്ടി പോയിരിക്കുക. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നെന്ന് പറഞ്ഞു. എന്നാലും എന്നെയും കൂടി ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവിടേക്ക് വൈജ വരുന്നത്. വൈജ വന്നിട്ട് ചോദിച്ചു, എന്താടാ അവളാണോ വിളിച്ചുകൊണ്ടിരിക്കുന്നത്? ഹോ, എന്തുണ്ടെങ്കിലും നിന്നോട് വിളിച്ചു പറയുന്നതാണല്ലോ. എന്നിട്ട് എറണാകുളത്തിന് പോയ കാര്യം മാത്രം പറഞ്ഞില്ലല്ലേ? എനിക്കറിയായിരുന്നു ഇത്രയൊക്കെ അവളുടെ സ്നേഹം. അതിന് അവൾക്ക് യഥാർത്ഥ സ്നേഹം വല്ലതും ഉണ്ടോ നിന്നോട്? ഒരു സ്നേഹമൊന്നുമില്ല. നീ ചുമ്മാ അവളുടെ പിന്നാലെ ഇങ്ങനെ മണത്ത് നടക്കുന്നല്ലാതെ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല. അവളെ നിന്നെ നൈസായിട്ടിട്ട് കുരങ്ങ് കളിപ്പിച്ചുകൊണ്ടിരിക്കുക. അതൊന്നും അറിയത്തില്ലാത്തൊരു തിരുമണ്ടം നീയും. ഇതെല്ലാം അലീന ഫോണിൽ കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പം മനു കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, എടാ നിന്നോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവൾ എങ്ങോട്ടാ പോകുമെന്ന് പറയായിരുന്നല്ലോ. അവൾ തോന്നിയാസം നടക്കുന്നൊരു പെണ്ണാ, എന്നിട്ട് ആ പിന്നാലെ നീ പോകുന്നു. നിനക്ക് നാണമുണ്ടോ ഇങ്ങനെ അവളുടെ പിന്നാലെ പോകാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ചീത്ത പറയണം. അപ്പോഴേക്കും മനു പറഞ്ഞു, ആൻറ്റി ഒന്നും മിണ്ടാതെ പൊയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു? വൈജയന്തി പറഞ്ഞു, ഞാനൊന്നും പറയണില്ല, ഞാനങ്ങോട്ട് പോയേക്കാന്ന് പറഞ്ഞു. ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ്. അതേ സമയത്ത് മനുഷ്യക്കർ അലീനോട് പറഞ്ഞു, അതെ ആൻറ്റി പോയിട്ട് വന്നിട്ട് പറഞ്ഞിട്ട് പോയത്, അതൊന്നും കേട്ട് നീ വിഷമിക്കൊന്നും വേണ്ട, ആൻറ്റിയുടെ സ്വഭാവം അറിയാവുന്നല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് സങ്കടമൊന്നുമില്ല മനുവേട്ട, എന്നാലും പറയാതെ പോയത് മോശമായിപ്പോയി. അല്ല അങ്കിളിത് എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചു. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, എവിടെയോ പോകുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല. ഇന്ന് അച്ഛനെ ഞങ്ങൾ പുറത്തു പോയ സമയത്ത് അച്ഛനെ അവിടെ വെച്ച് കണ്ടായിരുന്നു. ചിന്നുമോളെ കാണാൻ വേണ്ടി പോയതാ, പക്ഷേ പുറത്ത് അവളെയും കൊണ്ട് പാർക്കിൽ പോയ സമയത്ത് ഞങ്ങൾ അവിടെയൊക്കെ വെച്ച് കണ്ടായിരുന്നു പറഞ്ഞു. അങ്കിള് തന്നെയാണ് പോയത്? അല്ല, കൂടെ ഗോവർദ്ധനങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം മനു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ചിലപ്പം നിന്നെ എവിടെയെങ്കിലും കൊണ്ട് ആക്കുന്ന കാര്യത്തെക്കുറിച്ച് ആരുടെയും സംസാരിക്കാൻ വേണ്ടി പോയതാണോ? അതൊന്നും അറിയില്ല മനുവേട്ട, എനിക്ക് നേരെ സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോൾ അങ്ങനെയായിരിക്കും പോയേക്കുന്നതെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വൈജയന്തിക്കാണെങ്കിൽ ആകെപ്പാടെ കട്ടക്കളിപ്പ. ബബിതയും രോഹിത്തും ഒക്കെ പോയിരിക്കും എറണാകുളത്ത്. നാണമില്ലാതെ ഉളുപ്പില്ലാതെ പോയിരിക്കുന്നു. അപ്പോഴാണ് രഞ്ജിനി അങ്ങോട്ടേക്ക് വരുന്നത്. രഞ്ജിനി വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താ ആൻറ്റിയുടെ മുഖമൊക്കെ എന്താ വല്ലായിരിക്കണേ? വല്ലാതിരിക്കാൻ ഇനി എന്താ? എൻ്റെ മക്കൾ പോലും എന്നെ ശത്രുവായിട്ടാണ് കാണുന്നത്. എന്നെ അവർക്ക് പോലും വേണ്ടാന്ന് പറഞ്ഞു എൻ്റെ ആൻറ്റി. അതിന് ആൻറ്റി അവരൊന്ന് സ്നേഹിച്ച് നോക്ക്. പിന്നെ സ്നേഹിക്കാനായിട്ട് മിണ്ടരുത്. സ്നേഹിക്കാൻ അവരിപ്പോൾ സ്നേഹിക്കുന്ന ആരെന്നറിയോ? അവളുണ്ടല്ലോ അലീനയെന്ന് പറയുന്നത് പിശാശ്, അവളെയാണ്. അവൾ പറയുന്നതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അതെങ്ങനെയാ? ബാലേന്ദ്രൻ്റെ അപീസ സന്തതിയല്ലേ അവള്. രഞ്ജിനി ചോദിച്ചു, ആൻറ്റിയോട് ആരാ അത് പറഞ്ഞേ? എനിക്കറിയാം, ഇത് ബാലേന്ദ്രൻ തന്നെയാണ് പറഞ്ഞേ. അതെ ആൻറ്റിക്ക് തെറ്റുപറ്റി. തെറ്റുപറ്റാണോ എനിക്കോ? അതെ, ശരിക്കും ബാലേന്ദ്രൻ അങ്ങളുടെ മോളല്ല അലീന. രഞ്ജിനി, നീ വെറുതെ കള്ളത്തരം പറയരുത്. ഞാൻ എന്തിനാ കള്ളത്തരം പറയണേ? സത്യമായിട്ടുള്ള കാര്യം പറയണത്. അല്ല നിന്നോട് ആരാ അത് പറഞ്ഞേ? ഇവിടെ എല്ലാവരും പറയുന്ന കേട്ടതാ. മനുവേണ്ണൊക്കെ പറയുന്നുണ്ട്, പിന്നെ ഭവിതയും രോഹിത്തും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെ? അത് ബാലേന്ദ്രൻ ഞങ്ങളുടെ മോളല്ല എന്നുള്ള കാര്യം. അത് വൈജയന്തിക്ക് പുതിയൊരു അറിവായിരുന്നു. ഇതേ വെറുതെ കള്ളം പറയരുത്. മിക്കവാറും ബാലേന്ദ്രൻ്റെ മോള് തന്നെയായിരിക്കും. ഇപ്പോൾ പുതിയ നാടകമായിട്ട് ഇറങ്ങിയിരിക്കുമായിരിക്കും. അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഒരാൾ മോളല്ലെങ്കിൽ സ്വന്തം മോളാണെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു കുട്ടിയെടുത്ത് തലയിലേക്ക് വെക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ എങ്കിൽ അങ്കിളുടെ മോളല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞു. മനുവേട്ടൻ ഒക്കെ അറിയാവുന്ന കാര്യമെന്ന് പറഞ്ഞു. വൈജയൻ ഇങ്ങനെ ആലോചിക്കുവാണ്, പിന്നെ എന്തിനാ ബാലേന്ദ്രൻ അങ്കിൾ തന്നോടൊരു കള്ളത്തരം പറഞ്ഞതേ?
എങ്കിൽ പിന്നെ അവളെ എന്തിനാ വീട്ടിൽ നിർത്തിയിരിക്കുന്നത്? അവളെ എത്രയും പെട്ടെന്ന് തന്നെ പറഞ്ഞു വിട്ടുകൂടെ? അവൾക്ക് എല്ലാ അധികാര സ്ഥാനങ്ങളും കൊടുത്തിട്ടാണ് വീട്ടിൽ നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു കാര്യമില്ല. അവളെ പണ്ടേ പറഞ്ഞു വിടാനുള്ളതുള്ളൂ. ഒന്നും അങ്ങോട്ട് എത്തും പിടിയും കിട്ടുന്നില്ല വൈജയന്തിക്ക്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുവാണ്. ആ സമയത്ത് കമല ഉണ്ടായിരുന്നു. കമല ഇപ്പം ശിവശങ്കരനും മനുവിനൊക്കെ എടുത്തു കൊടുത്തോണ്ടിരിക്കുക. അപ്പോഴാണ് വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത്. വൈജയന്തി വന്നിട്ട് ശിവശങ്കരനോട് പറഞ്ഞു, ശിവേട്ട എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. എന്ത്? അല്ല, ഈ അലീന ബാലേന്ദ്രൻ്റെ മോളല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ ചോദിച്ചു, നിനക്ക് എന്തൊക്കെ അറിയണ്ടേന്ന് ചോദിച്ചു. അല്ല, പറയുന്നത് കേട്ടു, എനിക്ക് സംശയമുണ്ട് ആണോ അല്ലയോ എന്ന്, അതുകൊണ്ടാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ ബാലേന്ദ്രനോട് നേരിട്ട് പോയി ചോദിച്ചു നോക്കാം. ഏയ് അതൊന്നും ശരിയാകത്തൊന്നുമില്ല. മുമ്പ് രഞ്ജിനിയെ പറഞ്ഞത് ബാലേന്ദ്രൻ്റെ മോളല്ല അലീന എന്നുള്ള കാര്യങ്ങൾ. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ എന്തിനാ അങ്ങനെ ഒരു കള്ളത്തരം പറഞ്ഞെന്ന് ചോദിച്ചു. കമല പറഞ്ഞു, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ചിലപ്പോൾ അവളെ അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് വേറെ മാർഗമൊന്നും കാണാത്തോണ്ട് പറഞ്ഞായിരിക്കും. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, മിണ്ടരുത് നീ കമലെ. എഴുതിയിലേക്ക് എണ്ണ കോരി ഒഴിച്ചോണ്ടല്ലോ. വൈജയൻ, നിനക്ക് തെറ്റുപറ്റി. ബാലേന്ദ്രൻ ഒരിക്കലും അങ്ങനെ നടക്കുന്ന ഒരാളാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, അവിടെയാണ് നിനക്ക് പിഴച്ചു പോയത്. നീ ഇനി പല കാര്യങ്ങളും പഠിക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈജി പറഞ്ഞു, കൂടുതൽ പറയുമൊന്നും വേണ്ട, എനിക്കറിയാം. എല്ലാവരും കൂടെ കൂടിയിട്ട് നൈസായിട്ട് എനിക്കിട്ട് പണി തരുമല്ലേ. അപ്പോൾ ഇത്രയും നാളും പറഞ്ഞു ബാലേന്ദ്രൻ്റെ മോളാന്ന്, ഇപ്പം പറയുന്നു അല്ലാന്ന്. ഇതിനൊക്കെ അർത്ഥം എന്താ? അത് കേട്ടപ്പോൾ മനു പറഞ്ഞു, എല്ലാത്തിനും ഒരേ ഒരർത്ഥം മാത്രമേ ഉള്ളൂ ആൻറ്റി. അതൊക്കെ ആൻറ്റിക്ക് വൈകാതെ മനസ്സിലായിക്കോളും. ഇത്രയൊക്കെ ആയിട്ട് ആൻറ്റി പഠിച്ചിട്ടില്ലല്ലോ. അങ്കിളിനെ ആൻറ്റിക്ക് ഇപ്പോഴും വിശ്വാസമില്ല. അങ്കിൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് ഞങ്ങൾക്കൊക്കെ നല്ല ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആൻറ്റി വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല. കാരണം അത്രയ്ക്കേ ഉള്ളൂ ആൻറ്റിക്ക് അങ്കിളിനോടുള്ള വിശ്വാസം. അത് കേട്ടപ്പോൾ വൈജയന്തി പറഞ്ഞു, പിന്നെ വിശ്വസിക്കാനായിട്ട് അവൾ എന്നാ വീട്ടിലേക്ക് വന്ന് കാലുകുത്തിയോ അന്ന് തുടങ്ങി ആ കുടുംബത്തിൻ്റെ കഷ്ടകാലം. എത്ര പറഞ്ഞാലും ബാലേന്ദ്രൻ അവളെ ഇറക്കിയും വിടത്തില്ല. ഇനിയിപ്പം മകളെ ആന്നും പറഞ്ഞ് നിർത്തുവാണെങ്കിൽ എന്ത് സ്വാതന്ത്ര്യം ആവാലോ, അതുകൊണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ശിവശങ്കരൻ അങ്ങ് ചാടി എഴുന്നിട്ടു, മിണ്ടിപ്പോയൊക്കെ രക്ഷ നീ, നിൻ്റെ കാരണം അടിച്ച് ഞാൻ പൊട്ടിക്കും. നീ എന്താടി വിചാരിച്ചുകൊണ്ടിരിക്കണേ? നാവും കൊണ്ട് എന്ത് വെള്ളം പറയാന്നോ, എന്ത് തോന്നിയാസം പറയാന്നോ? ഇനി എങ്ങാനും എൻ്റെ ചെവിക്കേട്ടിൽ ഇത് കേട്ടാണ്ടല്ലോ, പിന്നെ നീ മിച്ചം ഉണ്ടായിരിക്കില്ല. ആഹാരം കഴിക്കാൻ വന്നിരുന്നാലും സമാധാനം കാണത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ശിവശങ്കരൻ കൊണ്ട് എഴുന്നേറ്റ് പോയി. കമല ചോദിച്ചു, എന്തെങ്കിലും ആവശ്യം ഉണ്ടായിരുന്നോ വൈജയ്? ഇപ്പം നിനക്ക് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? മനുഷ്യൻ്റെ മനസ്സമാധാനം കളയാനിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് കമലയെ ദേഷ്യപ്പെടുവാണ്. വൈജയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ആ സമയത്ത് ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടെ നേരെ പോകുന്ന പുനലൂർ കാണാം. അപ്പം പുനലൂർ പോയി ചില കാര്യങ്ങളൊക്കെ അറിയാനുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻലി ജോസഫിൻ്റെ വീട് എവിടെയെന്ന് കണ്ടെത്തണമായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒടുവിൽ സ്റ്റാൻലിയുടെ വീട്ടിലങ്ങോട്ടേക്ക് ചെല്ലുവാണ്. അപ്പോൾ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ബാലേന്ദ്രന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊട്ടാരമരത്തിൽ ഔദക്കുട്ടിയുടെ മകനാണ് സ്റ്റാൻലി ജോസഫ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. അതൊക്കെ അറിഞ്ഞിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനാണ് ഗോവർദ്ധനോട് ഈ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രൻ പറയുന്നത്. കൊട്ടാരമരത്തിൽ സ്റ്റാൻലിയെ കാണാൻ നമ്മൾ പോകുന്നതെന്നുള്ളത്. സ്റ്റാൻലിയോ? അതാരാ? അതൊക്കെ നിനക്ക് വഴിയെ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. നീ വരാൻ പറഞ്ഞു. അങ്ങനെ അവരും കൂടി ചെന്ന് കോളിംഗ് ബെല്ലടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു പ്രായമായ ആളിങ്ങോട്ട് ഇറങ്ങി വരുവാണ്. കണ്ട ഒരു ആദ്യത്തെയൊക്കെ തോന്നും. ബാലേന്ദ്രൻ അയാളെ അടിമൂട് നോക്കി. എന്നിട്ട് ചോദിച്ചു, കൊട്ടാരമരത്തിൽ ഔദക്കുട്ടിയാണോന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, അതെ. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അല്ല, സ്റ്റാൻലി ഇല്ലേ ഇവിടെ എന്ന് ചോദിച്ചു. സ്റ്റാൻലിയോ? അതെ, സ്റ്റാൻലി ഇല്ലേ? ഓ, നിങ്ങൾ എൻ്റെ മകൻ കേണൽ സ്റ്റാൻലി ജോസഫിനെ കുറിച്ചാണോ ചോദിക്കണമെന്ന് ചോദിച്ചു. ബാലേന്ദ്രൻ പറഞ്ഞു, കേണൽ സ്റ്റാൻലി ജോസഫ്, അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയാതിരിക്കുന്ന നല്ലത്. അയാൾ എവിടെയുണ്ട് അതെനിക്ക് അറിയണമെന്നും പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ദേഷ്യത്തോടു കൂടിയിട്ട് അയാൾക്ക് നേരെ തിരിയുവാണ്. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പം സ്റ്റാലിയുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കും സ്റ്റാലി എവിടെ എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അവിടേക്ക് ഇനി ബാലേന്ദ്രൻ പോകും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. നാളെ മുതൽ കൃത്യസമയത്ത് എൻ്റെ ചാനലിനകത്ത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.